അസ്സലാമലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ആട്ടിൻ്റെ തല വെച്ചിട്ടുള്ള ഒരു തലക്കറിയാണ് കാണിക്കുന്നത്. ഇത് മലബാർ കണ്ണൂർ ഏരിയയിലൊക്കെ പുതിയാപ്പിളമാർക്ക് സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തലക്കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തലക്കറിയാണ് ഞാനിന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 മീഡിയം സൈസ് സവാള പിന്നെ ചെറിയുള്ളി 10 എണ്ണമാണ് എടുത്തത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും. അപ്പോൾ ഇത് എണ്ണയിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ കൂടുതൽ ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള കുറച്ചിട്ട് കൂടുതൽ ചെറിയുള്ളി എടുത്താൽ മതിയാകും. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനിവിടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇട്ട് കൊടുത്തത്. 2 സ്പൂണ് മല്ലി ഉണ്ടാകും. ഈ ഒരു മസാല നമ്മൾ ചൂടാക്കിയിട്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ തലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയിലേക്ക് ഞാനിവിടെ നമ്മൾ ഗരം മസാലയ്ക്ക് എടുക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ജാതിപത്രി ഇതൊക്കെയാണ് എടുത്തത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് വറ്റൽമുളകാണ്. 4 വറ്റൽമുളക് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് വലിയ ജീരകം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും എടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1/4 സ്പൂണോളം ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നേരത്തെ നമ്മൾ മല്ലി വറുത്തതിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാലയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്നങ്ങ് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് എടുത്തത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കണം. എന്നിട്ട് ഈ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മല്ലി മസാല ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആട്ടിൻ്റെ തല നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിൻ്റെ സൈഡിലുള്ളതെല്ലാം കട്ട് ചെയ്തതാണ് പീസാണ് കാണുന്നത്. എന്നിട്ടൊരു അരിപ്പയിലിട്ട് വെച്ചതാണ്. നല്ലപോലെ ക്ലീൻ ആക്കണം. അത് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലകൾ, മല്ലി മസാലകളുണ്ടല്ലോ, അത് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കുറച്ച് നേരം ഇതിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് നേരം ഇത് കിടന്നൊന്ന് മസാലകളെല്ലാം ഒന്ന് തലയിലേക്ക്
പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. 2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് 4 വിസിൽ, ഈ കുക്കറിൽ 4 വിസിൽ വന്നാൽ ഇത് വെന്ത് കിട്ടും. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 വിസിൽ വന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെയും അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ 4 വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് എയറൊക്കെ പോയപ്പോഴാണ് തുറന്നത്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു തലക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തലക്കറിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തലക്കറി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും ഇതെന്തായാലും ഇഷ്ടമാകും. പിന്നെ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് തലക്കറി റെസിപ്പി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തലക്കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയും. താങ്ക് യു.